നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള സംഭാഷണം കേൾക്കാം. ലെറ്റ്സ് മേക്ക് എ കോൺവെർസേഷൻ. നമുക്ക് ഒരു സംഭാഷണം നടത്താം. അലി എന്നു പേരുള്ള ഒരു രോഗിയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. പേഷ്യൻ്റ് എന്ന് വെച്ചാൽ രോഗി ഡോക്ടറെ സമീപിക്കുന്നു. അദ്ദേഹം ഡോക്ടറെ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് സർ. അപ്പോൾ ഡോക്ടർ ഗുഡ് മോർണിംഗ്, പ്ലീസ് ഹാവ് എ സീറ്റ്, ദയവായി ഇരിക്കൂ. അപ്പോൾ അലി ഡോക്ടർ, ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് സിവിയർ ആബ്ഡമിനൽ പെയിൻ ഫോർ ദി പാസ്റ്റ് ഫ്യൂ ഡേയ്സ് ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ്. അപ്പോൾ അലി ഡോക്ടറോട് പറയാണ്, അല്ലയോ ഡോക്ടറെ, ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ് സിവിയർ ആബ്ഡമിനൽ പെയിൻ. ഐ ഹാവ് ബീൻ എക്സ്പീരിയൻസിങ്, ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സിവിയർ ആബ്ഡമിനൽ പെയിൻ, കഠിനമായ വയറുവേദന, ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഡേയ്സ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് വേഴ്സ്, അത് ദിവസം കഴിയും തോറും മോശമായി കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ വേദന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആബ്ഡമൻ എന്ന വാക്കിന് അടിവയർ എന്നാണ് സാധാരണ അർത്ഥം കൽപ്പിക്കാറുള്ളത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഡോക്ടർ മറുപടി പറയുന്നു, ഐ സി, ശരി. ക്യാൻ യു ഡിസ്ക്രൈബ് ദ പെയിൻ? വേദനയെപ്പറ്റി താങ്കൾക്കൊന്ന് വിശദീകരിക്കുവാൻ കഴിയുമോ? ഈസ് ഇറ്റ് ഷാർപ്പ്? അത് വളരെ കഠിനമുള്ളതാണോ? ഡൽ, അതല്ല മിതമായതാണോ? ഓർ ക്രാമ്പ് ലൈക്ക്, അതല്ല കൊളുത്തി വലിക്കുന്നത് പോലുള്ളതാണെന്ന് വെച്ചാൽ മസിലൊക്കെ വലിഞ്ഞു മുറുകി ഉണ്ടാകുന്ന വേദന പോലുള്ളതാണോ? ആൻഡ് വെയർ എക്സാക്റ്റ്ലി ഈസ് ഇറ്റ് ലൊക്കേറ്റഡ്? കൃത്യമായി വയറിൻ്റെ ഏത് ഭാഗത്താണ് അത് എന്ന് വ്യക്തമായി താങ്കൾക്ക് പറയുവാൻ കഴിയുമോ? അങ്ങനെ ഡോക്ടർ വിശദമായി ചോദ്യം ചോദിക്കുകയാണ്. അലി അനുഭവിക്കുന്ന വേദനയെപ്പറ്റി ഡോക്ടർ ഒന്ന് വിശദീകരിച്ച് പറയാമോ, അതായത് ഡിസ്ക്രൈബ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ അലി പറയുന്ന മറുപടിയാണ് ഇവിടെ. ഇറ്റ്സ് എ ഷാർപ്പ് പെയിൻ മെയിൻലി ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് മൈ ആബ്ഡമൻ. ഇറ്റ് കംസ് ആൻഡ് ഗോസ്, ബട്ട് ഇറ്റ്സ് ദെയർ, ഇറ്റ്സ് റിയലി ഇൻറ്റൻസ്. അലി പറയുകയാണ്, ഇറ്റ് ഈസ് എ ഷാർപ്പ് പെയിൻ, അത് വളരെ മൂർച്ചയുള്ള വേദനയാണെന്ന് വെച്ചാൽ വളരെ കഠിനമായ വേദനയാണ്. മെയിൻലി ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് മൈ ആബ്ഡമൻ, പ്രധാനമായും എൻ്റെ വയറിൻ്റെ വലതുഭാഗത്താണ് അത് വരുന്നത്. ഇറ്റ് കംസ് ആൻഡ് ഗോസ്, അത് വരുകയും പോവുകയും ചെയ്യുന്നു എന്ന് വച്ചാൽ അത് ഇടയ്ക്കിടെ വരുന്നു, സ്ഥിരമായിട്ടില്ല. ബട്ട് ഇറ്റ്സ് ദെയർ, ഇറ്റ്സ് റിയലി ഇൻറ്റൻസ്. ബട്ട് ഇറ്റ് ഈസ് ദെയർ, പക്ഷെ അത് വന്നാൽ അല്ലെങ്കിൽ അതുണ്ടെങ്കിൽ ഇറ്റ് ഈസ് റിയലി, യഥാർത്ഥത്തിൽ അത് ഇൻറ്റൻസ്, തീവ്രതയുള്ളതാണ് എന്ന് വെച്ചാൽ ആ വേദന വരുമ്പോൾ ആ വേദന വളരെ കഠിനമായ വേദനയാണ്. അപ്പോൾ ഡോക്ടർ, ഓൾ റൈറ്റ്, ശരി. ഹാവ് യു നോട്ടിസ്ഡ് എനി അതർ സിംറ്റംസ്? ഹാവ് യു നോട്ടിസ്ഡ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനി അതർ സിംറ്റംസ്, മറ്റേതെങ്കിലും രോഗലക്ഷണങ്ങൾ? സച്ചാസ്, ഏതുപോലെയുള്ളതെന്നാൽ നോസിയ, ഓക്കാനം, ഛർദ്ദിക്കണം എന്നുള്ള തോന്നൽ, അതാണ് നോസിയ. വൊമിറ്റിംഗ്, ഛർദി. ഫീവർ, പനി. ഓർ ചേഞ്ചസ് ഇൻ ബൗൾ ഹാബിറ്റ്സ്, അല്ലെങ്കിൽ ഉദര സംബന്ധമായ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ. അലി മറുപടി പറയുകയാണ്, യെസ്, ഐ ഹാവ് ബീൻ ഫീലിംഗ് നോസിയസ് ആൻഡ് ഐ വൊമിറ്റഡ് എ കപ്പിൾ ഓഫ് ടൈംസ് യെസ്റ്റർഡേ. അതെ, ഐ ഹാവ് ബീൻ ഫീലിംഗ് നോസിയസ്, എനിക്ക് ഓക്കാനം എപ്പോഴും തോന്നുന്നുണ്ട്, ഛർദ്ദിക്കണമെന്നുള്ള ഫീൽ എപ്പോഴും തോന്നുന്നുണ്ട്. ആൻഡ് ഐ വൊമിറ്റഡ് എ കപ്പിൾ ഓഫ് ടൈംസ് യെസ്റ്റർഡേ, എന്നിട്ടോ ഐ വൊമിറ്റഡ്, ഞാൻ ഛർദ്ദിച്ചു, എ കപ്പിൾ ഓഫ് ടൈംസ്, 2 പ്രാവശ്യം, യെസ്റ്റർഡേ, ഇന്നലെ. നോ ഫീവർ, പനിയില്ല. ബട്ട് മൈ അപ്പിറ്റൈറ്റ് ഹാസ് ഡിക്രീസ്ഡ്. ബട്ട്, പക്ഷേ, മൈ, എൻ്റെ, അപ്പിറ്റൈറ്റ്, വിശപ്പ്, ഹാസ് ഡിക്രീസ്ഡ്, കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ ഹാവിൻറ്റ് ബീൻ ഏബിൾ ടു പാസ്, എനിക്ക് പാസ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല, സ്റ്റൂൾ, മലം, പ്രോപ്പർലി, ശരിയായ വിധത്തിൽ എന്ന് വെച്ചാൽ ശരിയായ വിധത്തിൽ മലം പോകുന്നില്ല. അപ്പോൾ ഡോക്ടർ മറുപടി പറയുകയാണ്, ഓക്കെ, ശരി. താങ്ക് യു ഫോർ ഷെയറിങ് യുവർ സിംറ്റംസ്. നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ഫ്രം യുവർ ഗിവൻ സിംറ്റംസ്, നിങ്ങൾ തന്നിട്ടുള്ള രോഗലക്ഷണങ്ങളിൽ നിന്ന്
വി വിൽ നീഡ് ടു കണ്ടക്ട് സം ടെസ്റ്റ്സ്, നമുക്ക് ചില ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട്. ടു പിൻ പോയിൻ്റ്, സൂക്ഷ്മമായി കണ്ടുപിടിക്കുവാൻ ദ കോസ് ഓഫ് യുവർ പെയിൻ, നിങ്ങളുടെ വേദനയുടെ കാരണം. ഐ സസ്പെക്റ്റ്, ഞാൻ സംശയിക്കുന്നു, ഇറ്റ് കുഡ് ബി റിലേറ്റഡ് ടു യുവർ ഗോൾ ബ്ലേഡർ, അത് പ്രധാനമായും നിങ്ങളുടെ പിത്തസഞ്ചിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്ന്, അല്ലെങ്കിൽ ഓർ അപ്പൻഡിക്സ്, അല്ലെങ്കിൽ അപ്പൻഡിക്സുമായി ബന്ധപ്പെട്ടതുമായിരിക്കും. ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് പിത്തസഞ്ചിയാണ്. അത് കരളിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഒരു സഞ്ചിയാണ്. അപ്പൻഡിക്സ് എന്ന് പറയുന്നത് വൻകുടലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ട്യൂബ് പോലുള്ള സാധനം. ഇത് രണ്ടിലെവിടെയെങ്കിലും ഉള്ള അസുഖമായിരിക്കും, അതുമായി ബന്ധപ്പെട്ട രോഗമായിരിക്കും ഇതിന് കാരണമെന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. വി വിൽ സ്റ്റാർട്ട് വിത്ത് എ ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ദെൻ പ്രൊസീഡ് വിത്ത് ബ്ലഡ് ടെസ്റ്റ്, അൾട്രാസൗണ്ട് ആൻഡ് പോസിബിലി എ CT സ്കാൻ. വി വിൽ സ്റ്റാർട്ട് വിത്ത് എ ഫിസിക്കൽ എക്സാമിനേഷൻ, നമ്മൾ ആദ്യം ഒരു ശാരീരിക പരിശോധന നടത്താം. ആൻഡ് ദെൻ പ്രൊസീഡ്, അതിനുശേഷം തുടരാം വിത്ത് ബ്ലഡ് ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റുകൾ കൊണ്ടും അൾട്രാസൗണ്ട് സ്കാന് കൊണ്ടും ആൻഡ് മിക്കവാറും മിക്കവാറും എ CT സ്കാൻ, ഒരു CT സ്കാൻ കൊണ്ടും. CT സ്കാൻ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ CT സ്കാൻ എന്ന് ധാരാളം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ബ്ലഡ് ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ, അതുപോലെ മിക്കവാറും ഒരു CT സ്കാൻ, ഇതൊക്കെ കൊണ്ട് നമ്മൾ ചികിത്സ തുടങ്ങാം എന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ അലി മറുപടി പറയുകയാണ്, ഓൾ റൈറ്റ് ഡോക്ടർ, ശരി ഡോക്ടർ. ഡു യു തിങ്ക് ഇറ്റ് ഈസ് സീരിയസ്, ഇത് സീരിയസ് ആണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഡോക്ടർ മറുപടി പറയുകയാണ്, ഇറ്റ്സ് ഹാർഡ് ടു സേ അറ്റ് ദിസ് പോയിൻറ്റ്, ഈ അവസരത്തിൽ അത് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് വി വിൽ ഡു അവർ ബെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ഗോയിങ് ഓൺ. പക്ഷേ വി വിൽ ഡു അവർ ബെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട്, നമുക്ക് നമ്മുടെ പരമാവധി ശ്രമിക്കാം അതെന്തെന്ന് കണ്ടെത്തുവാൻ. വാട്ട് ഈസ് ഗോയിങ് ഓൺ, എന്താണ് സംഭവിക്കുന്നതെന്ന് കണ്ടെത്തുവാൻ നമുക്ക് നമ്മുടെ പരമാവധി ശ്രമിക്കാം. ഇൻ ദ മീൻ ടൈം, ഇതിനിടയിൽ ഐ വിൽ പ്രിസ്ക്രൈബ് സം പെയിൻ മെഡിക്കേഷൻ, ഞാൻ വേദന മാറുവാനുള്ള കുറച്ച് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാം, നിർദ്ദേശിക്കാം. ടു ഹെൽപ്പ്, സഹായിക്കുവാൻ. മാനേജ് യുവർ ഡിസ്കംഫർട്ട്, നിങ്ങളുടെ അസ്വസ്ഥത കൺട്രോൾ ചെയ്യുവാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുവാൻ സഹായിക്കുന്ന കുറച്ച് പെയിൻ മെഡിക്കേഷൻ, വേദന സംഹാരികൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ എഴുതിത്തരാം. അലി, താങ്ക് യു ഡോക്ടർ, വളരെ നന്ദിയുണ്ട് ഡോക്ടർ. ഈസ് ദെയർ എനിത്തിങ് എൽസ് ഐ ഷുഡ് ബി ഡൂയിങ്, ഈസ് ദെയർ ഉണ്ടോ, എനിത്തിങ് എൽസ് മറ്റെന്തെങ്കിലും, ഐ ഷുഡ് ബി ഡൂയിങ് എനിക്ക് ചെയ്യുവാനായിട്ട് ഞാൻ ചെയ്യേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഉണ്ടോ ഡോക്ടർ എന്ന് അലി ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ മറുപടി പറയുന്നു, ട്രൈ ടു റെസ്റ്റ് ആസ് മച്ച് ആസ് പോസിബിൾ, ട്രൈ ശ്രമിക്കുക, ടു റെസ്റ്റ് വിശ്രമിക്കുവാൻ, ആസ് മച്ച് ആസ് പോസിബിൾ പരമാവധി എത്രത്തോളം കഴിയുന്നുവോ അത്രത്തോളം, ആൻഡ് അവോയ്ഡ് എനി ഹെവി മീൽസ് അതുപോലെ കട്ടിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഓർ ആക്ടിവിറ്റീസ് അത് പ്രവൃത്തികൾ ദാറ്റ് വേഴ്സൺ ദ പെയിൻ വേദനയെ മൂർച്ഛിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കുക. ഇഫ് ദി പെയിൻ ബിക്കംസ് അൺബെയറബിൾ വേദന സഹിക്കാൻ കഴിയാത്ത അളവിൽ വരികയാണ് എങ്കിൽ, ഓർ ഡെവലപ്പ് എ ഹൈ ഫീവർ അല്ലെങ്കിൽ ഉയർന്ന ഒരു പനി വരികയാണ് എങ്കിൽ, ഡോണ്ട് ഹെസിറ്റേറ്റ് മടി കാണിക്കരുത്, ടു കം ബാക്ക് ടു ദി ക്ലിനിക്ക് ഈ ക്ലിനിക്കിൽ തിരിച്ചു വരുവാൻ, ഓർ ഗോ ടു ദി നിയറസ്റ്റ് എമർജൻസി റൂം അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും അത്യാഹിത വിഭാഗത്തിൽ പോകുവാനും നിങ്ങൾ മടി കാണിക്കരുത് എന്നർത്ഥം. അപ്പോൾ അലി പറയുന്നു, അണ്ടർസ്റ്റുഡ് ഡോക്ടർ, മനസ്സിലായി ഡോക്ടർ. ഐ വിൽ ഫോളോ യുവർ അഡ്വൈസ് കെയർഫുള്ളി, ഐ വിൽ ഫോളോ ഞാൻ പിന്തുടരും, യുവർ അഡ്വൈസ് നിങ്ങളുടെ ഉപദേശം, കെയർഫുള്ളി ശ്രദ്ധയോടുകൂടി. താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്, താങ്കളുടെ സഹായത്തിന് നന്ദി. അപ്പോൾ ഡോക്ടർ മറുപടി പറയുകയാണ്, യു ആർ വെൽക്കം, നിങ്ങൾ പറഞ്ഞതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ടേക്ക് കെയർ, ശ്രദ്ധിക്കണം. ആൻഡ് ഐ വിൽ സീ യു എഗെയിൻ സൂൺ, ഞാൻ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് അവിടെ സംഭാഷണം നിർത്തുകയാണ്.